പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആരോഗ്യവകുപ്പിൽ ഗുരുതര വീഴ്ച. സംസ്ഥാനത്തെ 1276 സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി എന്ന വാർത്തയാണ് വരുന്നത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ ICDS സൂപ്പർവൈസർമാരുടെ ശമ്പളമാണ് മുടങ്ങിയത്. പദ്ധതിക്ക് ബജറ്റിൽ പണം നീക്കിവെക്കാത്തതാണ് ശമ്പളം കിട്ടാതിരിക്കാൻ കാരണം. അംഗൻവാടികളുടെ സർക്കാർ ചുമതലയുള്ള 1276 വനിതാ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിട്ടും വീണ ജോർജിന്റെ വകുപ്പ് ഇടപെടുന്നില്ല. ജീവനക്കാർക്കുടൻ ശമ്പളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണാനുകൂല സർവീസ് സംഘടന NGO യൂണിയൻ ധനമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. TV പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ICDS സൂപ്പർവൈസർമാരുടെ കാര്യം കഷ്ടത്തിലാണല്ലോ. എത്ര നാളായി ശമ്പളം കിട്ടുന്നില്ല? ആരോഗ്യവകുപ്പ് മന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? അതാണ് അരുൺ, ആരോഗ്യമന്ത്രി വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ICDS സൂപ്പർവൈസർമാരുടെ പരാതി. ഈ 1276 പേരും സ്ത്രീകളാണ് അരുൺ. നമുക്കറിയാവുന്നതുപോലെ അംഗനവാടികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും കുഞ്ഞുങ്ങളുടെ പോഷകാഹാര വിതരണം, അതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, അങ്ങനെ ഈ അംഗനവാടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ട സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ വിഭാഗമാണ് ഈ പറയുന്ന ICDSൽ പെട്ടവർ. അവർക്കാണ് ഈ മാസത്തെ ശമ്പളം കിട്ടാതിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ ബജറ്റിൽ പണം നീക്കിവെച്ചില്ല എന്നുള്ളതാണ്. ICDS ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന് ഓരോ ബജറ്റിലും പണം നീക്കിവെച്ചാൽ മാത്രമേ അവർക്കുള്ള ശമ്പളം അതിൽ നിന്ന് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ 1276 പേർക്കും കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഭരണാനുകൂല സർവീസ് സംഘടനയായ NGO യൂണിയൻ തന്നെ ധനമന്ത്രി KN ബാലഗോപാലിന് കത്തയച്ചത്. നേരത്തെയും ബജറ്റിൽ ഇത്തരം കുറവുകൾ ഉണ്ടെങ്കിൽ അതാത് വകുപ്പുകളാണ് അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ വീണ ജോർജിൻ്റെ വനിതാ ശിശുവികസന വകുപ്പിൽ കീഴിൽ വരുന്ന ഈ ICDSകാർക്ക് ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് വീണ ജോർജിൻ്റെ വകുപ്പ് കാര്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഈ 1766 കൂടാതെ മറ്റൊരു പദ്ധതിയിൽ, ഇതിൻ്റെ തന്നെ മറ്റൊരു പദ്ധതിയിലുള്ള 14 സ്ഥിരം ജീവനക്കാർക്കും ശമ്പളം തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും NGO യൂണിയൻ ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞു. NGO അസോസിയേഷൻ പ്രത്യക്ഷമായ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുക എന്നുള്ളത് അതേറെ ഗൗരവമാണ്, പ്രത്യേകിച്ച് അംഗനവാടികളുടെ ഉൾപ്പെടെ ചുമതലയുള്ള ഈ ICDS സൂപ്പർവൈസർമാരുടെ. അരുൺ, ഓക്കെ, 1000-ലധികം ICDS സൂപ്പർവൈസർമാരുണ്ട്. അവരുടെ ശമ്പളമാണ് മുടങ്ങിയത്. ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് TV പ്രസാദാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ.